നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന അപ്ഡേറ്റ് ആയതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കുകളിൽ ഈ അപ്ഡേറ്റിൻ്റെ ഇമ്പാക്റ്റ് കാണാനും സാധ്യതയുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് കഴിഞ്ഞ ദിവസം 0.3% ഉയർന്ന് 2432 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 3% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 16 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24.02. ഇയർ ടിൽ ഡേറ്റിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 5% നെഗറ്റീവ് റിട്ടേൺ ആണ് കാണുക. കാരണം കഴിഞ്ഞ 2 വർഷമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു പ്രത്യേക റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സേഫായി പൊസിഷണൽ ട്രേഡിംഗ് നടത്താൻ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഒരു ലാർജ് ക്യാപ് സ്റ്റോക്ക് കൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ വന്ന പോസിറ്റീവ് അപ്ഡേറ്റിലേക്ക് കടക്കാം. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസും വാൾമാർട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡിസ്നി ഇന്ത്യയും വരും സമയങ്ങളിൽ മെർജ് ആകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച ആരംഭിക്കും എന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഈ 2 കമ്പനികളും ലയിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിന് മേജർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായി രൂപപ്പെടും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. ഇതിനെ സംബന്ധിച്ച സ്ട്രക്ചറുകളെക്കുറിച്ചും വാല്യൂഷനുകളെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് അടുത്ത ആഴ്ച മുതൽ ലണ്ടനിൽ വരാൻ പോകുന്നത്. ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസും ഡിസ്നി ഇന്ത്യയും തമ്മിൽ ലയിക്കുകയാണെങ്കിൽ അത് TV സെക്ടറിലും അതുപോലെ തന്നെ സ്ട്രീമിംഗ് സെക്ടറിലും വളരെ വലിയ ഒരു കോമ്പറ്റീഷന് കാരണമാകും. TV സെക്ടറിലെ സി എൻ്റർടൈൻമെൻറ്റ്, സോണി തുടങ്ങിയ കമ്പനികളുമായി റിലയൻസും ഡിസ്നി ഇന്ത്യയും കോമ്പറ്റേറ്റീവ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രീമിംഗ് സെക്ടറിലെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ കമ്പനികൾക്കും വളരെ വലിയ ഒരു എതിരാളിയായി മാറുകയും ചെയ്യും. ആൾറെഡി മുമ്പ് ഡിസ്നി ഇന്ത്യയ്ക്ക് സംരക്ഷണ അവകാശമുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സംരക്ഷണ അവകാശം റീസെൻ്റ്ലി റിലയൻസിൻ്റെ ജിയോ സിനിമ നേടിയെടുത്തിരുന്നു. കൂടാതെ ജിയോ സിനിമ IPL മാച്ചുകൾ ഫ്രീ ആയി സ്ട്രീം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ നമുക്ക് വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് പൊസിഷണൽ ട്രേഡിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് 2280, റെസിസ്റ്റൻസ് 2550. സ്റ്റോക്ക് ഇപ്പോൾ 2433 ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. അതേസമയം 2550 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് 2750 വരെ ഉയർന്നേക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് IRCTC കഴിഞ്ഞ ദിവസം 777 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 62,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 58.61, ഡിവിഡൻഡ് യീൽഡ് 0.73%. ഇയർ ടിൽ ഡേറ്റിൽ IRCTC 20% റിട്ടേൺ നൽകി. റെയിൽവേ സെക്ടറിലെ മറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് കമ്പനികൾ കാഴ്ചവെച്ച അത്രയും മികച്ച പെർഫോമൻസ് IRCTC കാഴ്ചവെച്ചതുമില്ല. IRCTCയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് റെയിൽവേ സെക്ടറിലെ ഒരു കാറ്ററിംഗ് കമ്പനി എന്നതിൽ നിന്നും ഉപരി രാജ്യത്താകമാനം ബ്രാഞ്ചുകളുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയായി വളരാൻ IRCTC ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. IRCTCക്ക് റെയിൽവേ സെക്ടറിൽ ലഭിച്ച ഓപ്പറേഷണൽ എക്സലൻസും കൂടാതെ എക്സ്റ്റൻസീവ് എക്സ്പീരിയൻസും ഉപയോഗിച്ച് രാജ്യത്താകമാനം അല്ലെങ്കിൽ നാഷൻ വൈഡ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയായി വളരാനാണ് IRCTC ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി IRCTC അതിൻ്റെ ബ്രാൻഡുകളെയും സർവീസുകളെയും നാഷണലി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ IRCTC വിവിധ ഓർഗനൈസേഷനുമായി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓട്ടോണമസ് ബോഡികളായ ജുഡീഷ്യറി, യൂണിവേഴ്സിറ്റി എന്നിവയ്ക്ക് കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് IRCTC ഒപ്പുവെച്ചത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റായ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോടും കൂടാതെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഇൻ കൽക്കട്ട, കോട്ടൺ യൂണിവേഴ്സിറ്റി ഇൻ ഗുവാഹട്ടി ഇവയുമായൊക്കെ ചേർന്ന് IRCTC മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ IRCTCയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഡ് ആവുകയാണ്. ഇവിടെ ഇന്ത്യയിലാകമാനം ബ്രാഞ്ചുകളുള്ള ഒരു പ്രീമിയർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് കമ്പനിയായി വളരാനുള്ള പ്ലാനുകളാണ് IRCTC ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ ഗ്രോത്ത് ഉറപ്പാണ്. അതുകൊണ്ടാണ് IRCTC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. IRCTC എന്ന സ്റ്റോക്ക് ഒരു സമയത്ത് 1150 രൂപ വരെ വിലയുണ്ടായിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് 575 രൂപയിലേക്ക് ഇടിയുകയും 575 നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുകയും ചെയ്തു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 750 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. ആ 750 എന്ന റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. അതേസമയം അത്ര ഉയർന്ന ബൈയിങ് വോളിയം കാണുന്നില്ല. എന്നിരുന്നാലും വരും സമയങ്ങളിൽ ബൈയിങ് മൊമെൻറ്റം വരികയാണെങ്കിൽ സ്റ്റോക്ക് 880, 925 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.